എൻ്റെ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിലൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രാവൽ വ്ളോഗ് ചെയ്യുന്നത്. അത് വേറെ എവിടേക്കുമല്ല, നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യമായ ഭൂട്ടാനിലേക്ക് നടത്തിയ യാത്രയാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും അതിനെന്താ പ്രത്യേകത എന്ന്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറയാം. വെൽക്കം ടു നിഖിൽസ് വ്ളോഗ് ഭൂട്ടാൻ പാർട്ട് 1. ഞങ്ങൾ യാത്ര തുടങ്ങിയത് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചി ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു വെസ്റ്റ് ബംഗാളിലെ ബാഗ്ഡോദരയിൽ ചെന്നിറങ്ങാനും ഒരു കാരണമുണ്ട്. ഭൂട്ടാനിന് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇന്ത്യയിലെ ഒരു എയർപോർട്ടാണ് വെസ്റ്റ് ബംഗാളിലെ ബാഗ്ഡോദര. ഞങ്ങളുടെ ഇടയിൽ ചൊമ്പ ഓവർകോട്ട് ധരിച്ച് നിൽക്കുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ ടൂർ കോർഡിനേറ്റർ ഷിഞ്ചു. ഞങ്ങളെല്ലാവരും എയർപോർട്ടിൽ നിന്ന് ഞങ്ങളുടെ ബാഗേജ് എല്ലാം കളക്ട് ചെയ്ത് പുറത്തിറങ്ങി. ഞങ്ങളെ കാത്ത് അവിടെ ഒരു ട്രാവലർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ആ ട്രാവലറിൽ വേണം ഞങ്ങൾക്ക് ഇന്ത്യയുടെ അതിർത്തി വരെ പോകാനായിട്ട്. ബാഗ്ഡോദര എയർപോർട്ടിൽ നിന്ന് ഇന്ത്യയുടെ ഭൂട്ടാൻ അതിർത്തി ടൗണായ ജയ്ഗോണിലേക്ക് ഏകദേശം 165 കിലോമീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ട്രാവലറിൽ ഒരു 4-4.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് ഞങ്ങൾക്കിനി ജയ്ഗോൺ എത്തിച്ചേരാനായിട്ട്. ജയ്ഗോണിലേക്കുള്ള യാത്രയിൽ റോഡിൻ്റെ ഇരുവശവും വളരെ മനോഹരങ്ങളായിട്ടുള്ള കാഴ്ചകളാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഈ കാണുന്ന തേയിലത്തോട്ടങ്ങളാണ്. നമുക്കെല്ലാം കണ്ടുപരിചയം മലയിൽ തേയില വളർത്തുന്നതാണ്. എങ്കിലും ഇവിടെ എല്ലാം സമനിലങ്ങളിലാണ് ഇവർ തേയില കൃഷി നടത്തുന്നത്. അങ്ങനെ വൈകുന്നേരം 4 മണിയോടുകൂടി ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ ഞങ്ങൾ എത്തിച്ചേർന്നു. ഇനി നടന്നു വേണം ഞങ്ങൾക്ക് ബോർഡർ ക്രോസ് ചെയ്യാനായിട്ട്. ഈ കാണുന്ന 15 അടി ഉയരമുള്ള മതിലാണ് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തി. ഞങ്ങൾ ഓരോരുത്തരായിട്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിന് കടന്നു. ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ് ഒരു പേരിന് മാത്രമാണ്. സെക്യൂരിറ്റി ഓഫീസർ മൊബൈൽ നോക്കി നിൽക്കുകയാണ്. നമ്മൾ കടന്നു പോകുന്നത് ആൾ ശ്രദ്ധിക്കുന്ന പോലുമില്ല. ഭൂട്ടാനിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് നമ്മുടെ പാസ്പോർട്ട് തന്നെ വേണമെന്നില്ല. നമ്മുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഭൂട്ടാനിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. നമ്മൾ ഒഫീഷ്യലി ഭൂട്ടാനിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ അവർ നമ്മൾ സ്വീകരിക്കുന്നത് ഒരു ഷോള് അണിയിച്ചുകൊണ്ടാണ്. പ്രവേശിക്കുന്ന എല്ലാവരെയും ഷോൾ അണിയിച്ച് സ്വീകരിക്കുന്നത് അവരുടെ ആതിഥ്യ മര്യാദയുടെ ഒരു ഭാഗം കൂടിയാണ്. ഇത് ഭൂട്ടാനിൻ്റെ ഫൺഷോളിംഗ് എന്ന ടൗണാണ്. ഞങ്ങളെല്ലാവരും സെക്യൂരിറ്റി പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ വൈകുന്നേരം 6 മണിയായി. അതുകൊണ്ട് തന്നെ അടുത്ത ഞങ്ങളുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഹോട്ടലിലേക്ക് തന്നെയാണ്. ഇന്ന് ഒരു ദിവസം മുഴുവൻ യാത്രയായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ ക്ഷീണിച്ചിട്ടുണ്ട്. കൂടാതെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നതും നാളെ ഒരു ദിവസത്തിന് വേണ്ടിയാണ്. അതെന്താണെന്നുള്ളത് അടുത്ത ദിവസത്തെ വീഡിയോയിൽ പറയാം. എനിവേസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.